നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ലൈവായിട്ട് വൈറ്റ് ബോർഡ് യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് ജാംബോർഡ്. ഇത് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതാണ് ജാംബോർഡിൻ്റെ ഇൻ്റർഫേസ്. നമ്മൾ യൂസ് ചെയ്യുന്ന ബോർഡ് ഇവിടെയാണ് അപ്പിയർ ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തായിട്ടൊരു പ്ലസ് ഐക്കൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു ബോർഡ് നമുക്ക് മുന്നിൽ വിസിബിൾ ആയിരിക്കും. ഇതാണ് നമ്മുടെ വൈറ്റ് ബോർഡ്, നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ബോർഡ്. ഇത് ഏറ്റവും താഴെ ഫസ്റ്റ് കിടക്കുന്ന ഈ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരം ഡ്രോയിങ് ടൂൾസ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. പെന്ന്, മാർക്കർ, ബ്രഷ്, അങ്ങനെ പല രീതിക്ക്. ആദ്യത്തെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഓരോ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. കളേഴ്സ് സെർച്ച് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ എടുത്തു. ഇതുണ്ടോ, ഗ്രീൻ ഉപയോഗിച്ച് നമുക്കിവിടെ ഇങ്ങനെ ഡ്രോ ചെയ്യാം, ലൈക്ക് എഴുതാം. സ്ക്രീനിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത ബ്രഷ്, ഒരു മാർക്കർ പെൻ എടുക്കുന്നു. മാർക്ക് എടുത്തു കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ലൈൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നു. അങ്ങനെ നെക്സ്റ്റ് ഓപ്ഷനാണ് ഇറേസർ. ഇറേസർ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും സ്പെസിഫിക് പോർഷൻ നമുക്ക് ഇറേസ് ചെയ്ത് കളയാൻ സ്ക്രീനിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മതി, ഇറേസ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഇതിൽ ഈ ഇറേസറിൻ്റെ ഐക്കണിൽ ലോങ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ക്ലിയർ ഫ്രെയിം ഒരു ക്വസ്റ്റ്യൻ വരും, അവിടെ ക്ലിയർ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഫുള്ള് നമുക്ക് ക്ലിയർ ആകും. ഇനി നമുക്ക് ഇവിടെ ഒരു ബോർഡ്, പുതിയതായിട്ടൊരു ന്യൂ ബോർഡ് വേണമെങ്കിൽ ഇവിടെ ഏറ്റവും ടോപ്പിൽ ഒരു ആരോ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ ബോർഡുകൾ വരും. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ. ഇത് ശരിക്കും കുട്ടികൾക്കും നമ്മളോട് ഒരേ സമയം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതേ സെയിം ബോർഡിൽ തന്നെ കുട്ടികൾക്ക് എഴുതാനും വരയ്ക്കാനും എല്ലാം പറ്റും. പക്ഷേ അതിന് മറ്റു കുറച്ച് പ്രൊസീജിയേഴ്സ് കൂടി ഉണ്ട്. ചെറിയ കുട്ടികൾക്കാകുമ്പോൾ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും എളുപ്പം. അപ്പോൾ ടീച്ചർ ഇവിടെ എഴുതി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അവിടെ കാണാൻ പറ്റുന്ന രീതിയിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയാണ് ജാംബോർഡ് ഉപയോഗിച്ച് ഗൂഗിൾ മീറ്റിൽ വൈറ്റ് ബോർഡ് ഷെയർ ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു പുതിയ ടാബിൽ ജാംബോർഡ് ഓപ്പൺ ആക്കി വെക്കുക. ഇവിടെയാണ് നമ്മൾ അക്ഷരങ്ങളൊക്കെ എഴുതാനും പടം വരയ്ക്കാനും ഒക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു പുതിയ ടാബിൽ ജാംബോർഡ് ഓപ്പൺ ആക്കുക, ശേഷം ഗൂഗിൾ മീറ്റ് ഓപ്പൺ ആക്കുക. ഗൂഗിൾ മീറ്റിൻ്റെ ഏറ്റവും താഴെ 3 ഡോട്ട്സിൽ ഷെയർ സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യണമോ എന്ന് ചോദിച്ചിട്ട് ഒരു ഡയലോഗ് ബോക്സ് നമ്മുടെ ഫോണിൽ വരും. അവിടെ സ്റ്റാർട്ട് ഷെയറിംഗ് എന്ന് കൊടുക്കുക, അത് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ഷെയറിംഗ് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന ജാംബോർഡിൻ്റെ ടാബ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന ജാംബോർഡ് നമ്മുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇനി നമുക്ക് സ്ക്രീനിൽ എഴുതാനുള്ളത് എഴുതാം, അല്ലെങ്കിൽ വരയ്ക്കാനുള്ളത് വരയ്ക്കാം. നമുക്ക് സ്ക്രീനിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അതെല്ലാം ചെയ്യാം. അപ്പോൾ മീറ്റിങ്ങിലുള്ള എല്ലാവർക്കും നമ്മളിവിടെ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് കുട്ടികളെ ഒരു അക്ഷരം എഴുതി കാണിക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എഴുതി കാണിക്കുക എ. അപ്പോൾ കുട്ടികളോട് ചോദിക്കാം ഇതേതാണ് അക്ഷരം. അപ്പോൾ കുട്ടികൾക്ക് അവിടെ നിന്ന് പറയാം ഇത് എ, അല്ലെങ്കിൽ ഇത് ബി, അങ്ങനെ പറയാൻ സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളാണ്. ഗൂഗിൾ മീറ്റ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ജാംബോർഡ് എന്ന ചെറിയൊരു ആപ്ലിക്കേഷനും കൂടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഗൂഗിൾ മീറ്റിൽ ബോർഡ് യൂസ് ചെയ്യാം. ജാംബോർഡ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. അതുപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇത്തരത്തിൽ ഉപകാരപ്രദമായ മറ്റു വീഡിയോകൾ തരുന്നതായിരിക്കും. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.